പ്രിയമുള്ളവരെ, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും പി.കെ. കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി സ്ഥിരമായി തോൽക്കുന്ന കൊല്ലത്തെ ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുവാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. കൊല്ലം, അതായത് തെക്കൻ ജില്ലകളിലേക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഫലമായി. അങ്ങനെയാണെങ്കിൽ ചടയമംഗലം, ഇരവിപുരം, പുനലൂർ, കൊല്ലം എന്നീ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലെ UDFിൽ മത്സരിക്കുന്ന പാർട്ടികളുടെ ഘടനയിലൊക്കെ മാറ്റം വന്നേക്കാം, സ്ഥാനാർത്ഥികളിലൊക്കെ മാറ്റം വന്നേക്കാം എന്ന ചർച്ച ഉയരുന്നുണ്ട്. പ്രത്യേകിച്ചും ഇരവിപുരം നിയമസഭാ മണ്ഡലം ഇപ്പോൾ ലീഗ് തിരിച്ചാവശ്യപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ആ സീറ്റ് RSP UDFിൽ നിന്ന് പരാജയപ്പെടുന്നു എന്നതുകൊണ്ടാണ്. മാത്രമല്ല ലീഗിനെ സംബന്ധിച്ചും അവിടെ വിജയത്തിന്റെ ഒരു പാരമ്പര്യം അവകാശപ്പെടുവാനില്ല. 1991 PKK ബാവ 422 വോട്ടിന് അവിടെ രാമകൃഷ്ണ പിള്ളയെ പരാജയപ്പെടുത്തിയതൊഴിച്ചാൽ ആ സീറ്റിൽ നിരന്തരം മുസ്ലിം ലീഗ് മത്സരിച്ച് പരാജയപ്പെടുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഈ 91 ലീഗിന്റെ വിജയത്തിന് ശേഷം ഒരുപക്ഷെ PKK ബാവയെ ഒരിക്കൽ കൂടി അവിടെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ വിജയിച്ചു വരുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മറ്റൊരു മണ്ഡലത്തിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. യൂനുസ് കുഞ്ഞിനെ നേരത്തെ കൊണ്ടോട്ടിയിൽ മത്സരിച്ച് വിജയിച്ച, അതായത് അദ്ദേഹം നേരത്തെ ഇരവിപുരത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യമാണ് യൂനുസ് കുഞ്ഞ് ഇരവിപുരത്ത് നിന്ന് മത്സരിച്ചിട്ടുള്ളത്. 82, 87, 96 ഈ 3 പ്രാവശ്യവും അദ്ദേഹം അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ 91 വിജയത്തിന് ശേഷം 96 PKK ബാവയെ മത്സരിക്കുവാൻ ഇരവിപുരത്ത് നിർത്തിയിരുന്നുവെങ്കിൽ ലീഗിന് ഒരു പക്ഷേ ആ മണ്ഡലം തുടർച്ചയായി വിജയിക്കാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാമായിരുന്നു. കാരണം PKK ബാവയ്ക്ക് അവിടെ നല്ല ഒരു ജനസമ്മതിയാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വിജയിക്കുന്ന സമയത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം ആ പ്രദേശത്ത് ഇരവിപുരത്ത് ഒരുപാട് വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനോട് അവിടെ ഒരു താല്പര്യവും ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ ലീഗ് അദ്ദേഹത്തെ അവിടെ നിന്ന് മണ്ഡലം മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിനോട് ഈ ഇരവിപുരത്തുകാർക്കുള്ള ഒരു സ്നേഹം മനസ്സിലാകുന്നത് 2011 അദ്ദേഹം ഒരിക്കൽ കൂടി ആ മണ്ഡലത്തിൽ തിരികെ വരുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം 8012 വോട്ടുകൾക്ക് മാത്രമാണ് അസീസിന് മുന്നിൽ പരാജയപ്പെടുന്നത്, അസീസിന് മുന്നിൽ പരാജയപ്പെടുന്നത്. അതിന് മുമ്പുള്ള ലീഗ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന്റെ ഒരു അളവ് എടുക്കുമ്പോഴാണ് PKK ബാവ 8012 വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടു എന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ വിലയിരുത്തേണ്ടത്. 2006 അവിടെ നിന്ന് മത്സരിക്കുന്ന KM ഷാജിയെ 24,000 പരം വോട്ടുകൾക്കാണ് അസീസ് പരാജയപ്പെടുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷമാണ് PKK ബാവ തിരികെ വരുന്നതെങ്കിലും ഇരവിപുരത്തുകാർക്ക് അദ്ദേഹത്തോട് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ മണ്ഡലം മാറ്റിക്കളഞ്ഞു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ലീഗിൽ 1982 അവിടെ 789 വോട്ടുകൾക്ക് യൂനുസ് കുഞ്ഞ് പരാജയപ്പെടുന്നുണ്ട്. 2001 TA അഹമ്മദ് കബീർ വെറും 21 വോട്ടുകൾക്ക് അസീസിനോട് പരാജയപ്പെടുന്നുണ്ട്. അതായത് ചെറിയ വോട്ടുകൾക്ക് ലീഗ് പരാജയപ്പെട്ട ചരിത്രം കൂടിയുണ്ട് ആ മണ്ഡലത്തിൽ എന്നത് പ്രത്യേകതയാണ്. പക്ഷേ നമ്മൾ തെക്കൻ കേരളത്തിലെയൊക്കെ സീറ്റുകളുടെയൊക്കെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ, ലീഗ് മത്സരിക്കുന്ന സീറ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ലീഗ് മിക്കപ്പോഴും സ്ഥാനാർത്ഥികളെയൊക്കെ കൊണ്ടുവരുന്നത് വടക്കൻ മലബാറിൽ നിന്നായിരിക്കും. അവർ ഈ മണ്ഡലവുമായിട്ട് വലിയ ബന്ധം ഒന്നും ഉണ്ടാകില്ല, മത്സരിക്കും, പോകും. ഇപ്പോൾ KM ഷാജി ആയാലും അതുപോലെ TA അഹമ്മദ് കബീർ ആയാലും, പുനലൂരിൽ മത്സരിച്ച അബ്ദുൾ റഹ്മാൻ വണ്ടണ്ടത്താണി ആയാലും, നേരത്തെ കഴക്കൂട്ടത്ത് മത്സരിച്ച മുഹമ്മദ് അലി നിഷാദ് ആയാലും അവരൊക്കെ വടക്കൻ മലബാറിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർ ആ മണ്ഡലത്തിൽ മത്സരിക്കും, പിന്നെ പോകും. ആ മണ്ഡലത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്ന LDF സ്ഥാനാർത്ഥികൾക്കെതിരെയായിരിക്കും അവർക്ക് മത്സരിക്കേണ്ടി വരും മിക്കപ്പോഴും. ഇപ്പോൾ പുനലൂരിൽ മത്സരിച്ച ഈ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി, അദ്ദേഹത്തിന് താനൂരിൽ സീറ്റ് കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തെ അവിടത്തേക്ക് കൊണ്ടുവന്നതാണ്, അവിടെ നിന്ന് കെട്ടിയിറക്കിയതാണെന്ന് പറയാം. അദ്ദേഹത്തിന് മത്സരിക്കേണ്ടി വന്നത് പുനലൂരിൽ സ്ഥിരമായി ജനിച്ചു വളർന്ന അവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സുബാലിനെയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി ആ മണ്ഡലത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്നത് പോലും ഒരു ചോദ്യമാണ്. അപ്പോൾ ലീഗ് അങ്ങനെയുള്ള പരീക്ഷണങ്ങളാണ് അവിടെ നടത്തുന്നത്, ഈ തെക്കൻ കേരളത്തിൽ നടത്തുന്നത് എന്നത് വിരോധാഭാസമാണ്. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തെക്കൻ കേരളത്തിൽ മത്സരിച്ചാൽ മതിയോ എന്ന ഒരു നിലപാടാണ് ലീഗ് എടുക്കുന്നത്. വിജയിക്കാനുള്ള താല്പര്യം ഒന്നും കാണിക്കുന്നില്ല. ഒന്നുകിൽ ഏതെങ്കിലും ഒരാളെ, തെക്കൻ കേരളത്തിലുള്ള ഒരാളെ സ്ഥിരമായിട്ട് മത്സരിപ്പിക്കുക, ആ മണ്ഡലത്തിൽ ഒരിക്കൽ പരാജയപ്പെട്ടാലും അടുത്ത പ്രാവശ്യം വിജയിപ്പിക്കുവാൻ തക്കവണ്ണം ആ മണ്ഡലത്തിൽ പ്രവർത്തിപ്പിക്കുക. കാരണം ലീഗിന് ഒരുപാട് ഫണ്ടൊക്കെ വരുവാൻ സാധ്യതയുണ്ട്, KMCC ഒക്കെ ഉണ്ട്. അങ്ങനെ മത്സരിപ്പിച്ച് വിജയിക്കുവാൻ മാത്രമേ കഴിയൂ. അല്ലാതെ വടക്കൻ കേരളത്തിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരാളെ വിജയിപ്പിക്കുവാൻ സാധിക്കുമോ എന്ന ചോദ്യം ഈ നമ്മൾ ഇരവിപുരം മണ്ഡലവും എടുത്താലും പുനലൂർ മണ്ഡലം എടുത്താലും ഒക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ, ഇരവിപുരം മണ്ഡലത്തിൻ്റെ കണക്കുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ 2025 തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ അനുസരിച്ച് അവിടെ UDFിന് വിജയസാധ്യതയുണ്ട്. ആകെ കോർപ്പറേഷൻ 9, കൊല്ലം കോർപ്പറേഷന് കീഴിൽ വരുന്ന 9 ഡിവിഷനുകളിൽ 4 UDFും 5 LDFുമാണ്
അവിടെ ഭരിക്കുന്നത് എന്ന ഒരു പ്രത്യേകതയുണ്ട്. അതിൽ ഒരു പഞ്ചായത്താണുള്ളത്, അത് മയ്യനാട് പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ വോട്ടിൻ്റെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ UDFന് 1000-ലധികം വോട്ടുകളുടെ ഒരു ലീഡുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെ നടത്തിയാൽ അവിടെ UDFന് വിജയിച്ചെടുക്കുവാൻ കഴിയുന്ന ഒരു ഡിവിഷൻ ആണ് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ഇവിടെ UDFൽ ഏത് ഘടകകക്ഷിയാണ് മത്സരിക്കുക എന്നതിനെ കുറിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2016 അവിടെ RSP ആണ് UDFന് വേണ്ടി മത്സരിച്ചത്. RSP UDFൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് 28,000 വോട്ടുകൾക്ക് നൌഷാദ് അസീസിനെ CPMലെ നൌഷാദ് അവിടെ പരാജയപ്പെടുത്തുന്നുണ്ട്. 2021 28,000-ൽ പരം വോട്ടുകൾക്ക് തന്നെ അദ്ദേഹം അവിടെ നിന്ന് വിജയിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോഴത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഒക്കെ ഒരു റിസൾട്ട് അനുസരിച്ചിട്ട് അവിടെ UDFന് വിജയസാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ആ കൊല്ലം ജില്ലയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരവിപുരം കോൺഗ്രസ് എടുക്കുകയും തൊട്ടടുത്തുള്ള കൊല്ലം ജില്ല RSPയെ മത്സരിക്കാൻ അനുവദിക്കുകയുമാണ്. കാരണം ആ 2 ഡിവിഷനുകളും UDFന് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. പുനലൂർ ലീഗിൽ നിന്ന് എടുത്തിട്ട് ആ സീറ്റ് പകരം കോൺഗ്രസ് മത്സരിക്കുകയും സഞ്ജയ് ഖാനെ പോലെയുള്ള ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ കോൺഗ്രസ് മത്സരിക്കുവാൻ നിയോഗിക്കുകയും ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചടയമംഗലത്ത് ഇപ്പോൾ ലീഗ് മത്സരിക്കും എന്ന വ്യവസ്ഥയാണുള്ളത്. ചടയമംഗലത്തെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 5 എണ്ണത്തിലും ഇപ്പോൾ UDF ആണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചിതറ, ഇളമാട്, കുമ്മിൾ, നിലമേൽ, അലേമൻ എങ്ങനെ 5 പഞ്ചായത്തുകൾ UDFും, ചടയമംഗലം, ഇട്ടിവ, വെള്ളിനല്ലൂർ, കടക്കൽ എന്നീ 4 പഞ്ചായത്തുകളിൽ LDFുമാണ് അധികാരത്തിലുള്ള. നമ്മൾ പഞ്ചായത്തുകളുടെ കണക്കെടുക്കിയാൽ ചിതറയിൽ UDF 13, LDF 10, ഇളമാട് UDF 9, LDF 8, കുമ്മിൾ UDF 9, LDF 7, നിലമേൽ UDF 13, LDF 1, അലേമൻ 9, 1 എന്നിങ്ങനെയാണ്.